ജൂബിലിയുടെ സമയത്ത് പിതാവിൻ്റെ ഈ ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒത്തിരി സന്തോഷമുണ്ട്. ചിക്കാഗോ രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ വാസ്തവത്തിൽ കാനഡ രൂപതയും ഇതിൽ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളെക്കാളൊക്കെ കൂടുതൽ തമ്പുരാന് ഈ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ആണ് ഈ ചിക്കാഗോ രൂപത 25 വർഷം മുമ്പ് തുടങ്ങിയതും കഴിഞ്ഞ ഒരു 11 വർഷം മുമ്പ് കാനഡ രൂപത തുടങ്ങിയതുമൊക്കെ. കർത്താവ് അതിന് പറ്റുന്ന വിധത്തിൽ രൂപത വരുന്നതിന് മുമ്പ് ജനത്തെ ഒരുക്കി എന്നുള്ളതാണ്. ഇപ്പോൾ 25 വർഷം മുമ്പ് 2001 ഇവിടെ അങ്ങാടിത്തി പിതാവിന് ചിക്കാഗോ രൂപതയുടെ ബിഷപ്പാക്കി നിശ്ചയിച്ചു. അതോടൊപ്പം തന്നെ കാനഡയുടെ അപ്പോസ്തലിക് വിസിറ്റേറ്ററുമാക്കി വെച്ചു. ഞാൻ കാനഡയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. വിസിറ്റേറ്ററാക്കി വെച്ച അങ്ങാടിത്തി പിതാവ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഉള്ള ജനങ്ങളെ കണ്ടെത്തി അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ, അവർ തുടങ്ങി വെച്ച കൊച്ചു കൊച്ചു സുവിശേഷവൽക്കരണ പ്രഘോഷങ്ങളെ, അവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചു. അവർ വിത്ത് പാകി, അതിന് വെള്ളം ചേർത്തു, വളം ചേർത്തു, ഒന്ന് തട്ടി ഉണർത്തി വളർത്താൻ അങ്ങാടിത്തി പിതാവിൻ്റെ ആ കഠിനമായ പ്രയത്നം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അച്ഛന്മാരെ അവിടേക്ക് കൊണ്ടുവന്നു, സഭയ്ക്ക് ഒരു രൂപം പാവക്കും നൽകി. അങ്ങനെ ഞാൻ 2013 സെപ്റ്റംബർ മാസം അവിടെ ചെല്ലുമ്പോൾ ഒരു പരിധി വരെ പാകപ്പെട്ട ഒരു നിലഭൂമിയായിരുന്നു. എനിക്ക് 2 ഇടവകയിലാണ് ഞാൻ ശുശ്രൂഷ തുടങ്ങിയത്. 2 ഇടവക. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ കാനഡ സീറോ മലബാർ സഭയുടെ മെത്രാനായി നിയമിച്ചു. വാസ്തവത്തിൽ അങ്ങാടിത്തി പിതാവ് വെട്ടി തുറന്നു തന്ന ആ വഴിയിലൂടെ ആണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ പോയപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തന ശൈലിയായിട്ട് കർത്താവിന് മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെടുത്ത ഒരു വിഷൻ സ്ട്രാറ്റജിയാണ് അതിനിപ്പോൾ സൂചിപ്പിച്ച ടു ഫോം 245 എവാഞ്ചലൈസ്. അത് ഒരു പരിധി വരെ ദൈവം ആ ഫസ്റ്റ് സ്റ്റേജ് വിജയിപ്പിച്ചു. കമ്മ്യൂണിറ്റി ചിഹ്നിച്ചിതിൽ കിടന്നിരുന്ന സീറോ മലബാർ കമ്മ്യൂണിറ്റി എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ റീച്ച് ഔട്ട് ചെയ്ത് ആരാധന സമൂഹങ്ങൾ തുടങ്ങാൻ നമുക്ക് സാധിച്ചു. ഇനി ഈ ഫോർട്ടിഫിക്കേഷൻ സ്റ്റേജാണ്. ഫോർട്ടിഫിക്കേഷൻ വാസ്തവത്തിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നു. ആഗോള സീറോ മലബാർ സഭയിൽ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് ഇയറാണ്. ആ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് ഫോർട്ടിഫിക്കേഷൻ അതേ മീനിങ്ങാണ് അല്ലേ? എംപവർ ആൻഡ് ഫോർട്ടിഫിക്കേഷൻ സെയിം മീനിങ്ങാണ്. അത് വാസ്തവത്തിൽ ആ എംപവർമെൻറ്റ് നടക്കേണ്ടത്, അതിൽ ഫോർട്ടിഫിക്കേഷൻ നടക്കേണ്ടത് ഒരു എവാഞ്ചലൈസേഷൻ ത്രസ്റ്റോടെയാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒരുമിച്ചാണ് പോകേണ്ടത്. എവാഞ്ചലൈസേഷൻ ത്രൂ ഫോർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ത്രൂ എവാഞ്ചലൈസേഷൻ. അപ്പോൾ എവിടെയൊക്കെ കമ്മ്യൂണിറ്റി തുടങ്ങിയോ അവരെയൊക്കെ അവരിലൂടെ ഇനി അവരെ കൂടുതൽ എംപവർ ചെയ്തുകൊണ്ട് എവാഞ്ചലൈസേഷൻ്റെ ഉത്തമ പ്രേക്ഷിതരാക്കി അവരെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഫോക്കസ്.